ഈ കാര്യത്തിൽ ഭാരതാംബ കാര്യത്തിലടക്കം വളരെ വൈകി പ്രതികരിച്ചു. CPI ഇന്ന് നെറ്റിചൊളിച്ചുകൊണ്ട് ബിനോയ് വിശ്വം അത്രയും പറഞ്ഞു വെച്ചത് എന്തിനിപ്പോൾ ഇത് പറയുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തിനിപ്പോൾ പറയുന്നു എന്നുള്ളത് സംശയകരമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് EP ജയരാജൻ ആ ഒരു സത്യം വെളിപ്പെടുത്തി, ഒരു ആവശ്യമില്ല ഒരു സത്യം വെളിപ്പെടുത്തി അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സംശയം, അതിൽ ഒന്നും പറയാൻ പറ്റില്ല. അതിൽ EP ജയരാജനെ ശാസിക്കുക എന്നതിലപ്പുറം ഒന്നും പിണറായി വിജയന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിശക്തമായ പ്രതികരണം അന്നുണ്ടായി. അപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടാതെ ഇതൊന്നും മയപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇന്ന് സ്വരാജ് ബുദ്ധിമുട്ടിയെന്നേ. സ്വരാജ് ഈ ചോദ്യം വരുമ്പോൾ സ്വരാജിന് ഇത് മറുപടി ബുദ്ധിമുട്ടാണ്. MV ഗോവിന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയില്ല, ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഒരു വിടുവായനായിട്ടാണോ MV ഗോവിന്ദനെ കാണേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത്, സംസ്ഥാന സെക്രട്ടറിയാണ്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 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 ബുദ്ധിമോശം കാണിച്ചായി ഞാൻ കാണുന്നില്ല. അദ്ദേഹം തുടക്കം മുതലേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ഇപ്പോൾ ഈ RSS പറയുന്നതും ഒരു ബുദ്ധി പ്രയോഗിച്ചതാണ്. വരുമ്പോൾ ഭൂരിപക്ഷം വോട്ട് അങ്ങനെ അങ്ങ് വന്നോട്ടെ എന്ന ഉദ്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.